ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വിഷുവൊക്കെയായി ഒന്നാം തീയതിയായിട്ട് കൈനീട്ടമൊക്കെ വാങ്ങിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ്. കണ്ടില്ലേ, നല്ല വാഹനങ്ങളും വരാനുള്ള സൗകര്യമുള്ള ഫ്രണ്ടേജ് ഉള്ള സ്ഥലം തന്നെയാണ്. കണ്ടില്ലേ, ആ വീടിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു റബ്ബർ തോട്ടമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതിൽ റബ്ബറാണെങ്കിലും പിന്നെ തെങ്ങുണ്ട്, ജാതി, കവുങ്ങ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നേരിട്ട് എല്ലാ സ്ഥലങ്ങളും മൊത്തം കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾക്ക് പറയാനുള്ളത്, മെയിൻ ബസ് റൂട്ടിൽ നിന്നും 400 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ഹൈവേ റൂട്ടിൽ നിന്നൊരു 3 കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്നൊരു 400 മീറ്റർ വ്യത്യാസത്തിൽ നല്ല സ്ഥലം, അതായത് നല്ല റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി ഫാമിനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് നല്ല ഉപകാരപ്രദമായ ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഫാമിന് അനുയോജ്യമായ സ്ഥലം തന്നെ പറയാം. നമുക്ക് പശു ഫാമോ, പുല്ല് വളർത്താൻ പറ്റും, വെള്ള സൗകര്യം, കുളം, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവരും അന്വേഷിക്കുമ്പോൾ അതിലൊരു ചെറിയ വീട് മാത്രമാണ് ചോദിക്കുക. അത് മാത്രം ഇതിലില്ല. നമുക്ക് നല്ലൊരു വീടോ ഇല്ലെങ്കിൽ ഒരു ചെറിയ എങ്ങനത്തെ വീട് വേണമെങ്കിലും കയറ്റാൻ പറ്റുന്ന ഫ്രണ്ടേജുള്ള സ്ഥലങ്ങളുണ്ട്. ആ വീടോട് കൂടി ആകുമ്പോൾ നമുക്ക് നല്ല റേറ്റ് പറയും. ഇത് നമ്മൾ ഒരുപാട് റേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ സ്ഥലത്തിന് ഒരു 2 ഏക്കർ 80 സെൻറ്റ് സ്ഥലം, വിലയും കൂടി ഫസ്റ്റേ പറയാം. സെൻറ്റ് 30,000 രൂപയാണ് ചോദിക്കുന്നത് പാർട്ടി. അപ്പോൾ നമ്മളെ അടുത്ത് ഓണർ അതായത് കൊണ്ടുപോയി കാണിക്കുന്നവർ പറയണത് ഇതാണ് അതിൻ്റെ വില പറയുന്നത് ചോദിക്കുന്നത്. ചില ആളുകൾ ചോദിക്കും നമ്മൾ കൂടുതൽ പറയുന്നത്. നമ്മൾ കൂടുതൽ പറയുന്നതല്ല, അവർ പറയുന്ന വിലയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നേരിട്ട് അവരോട് ഞങ്ങൾക്ക് ഇത്രയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് കഴിയും, ഇത്ര മാസം സമയം, ഞങ്ങൾക്ക് ഇത്ര മാസം ഇത്ര പകുതി പൈസ തരാൻ കഴിയും, അല്ലെങ്കിൽ ഇത്രയാണ് ഞങ്ങൾ തരാൻ ഫസ്റ്റ് കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നേരിട്ട് സംസാരിക്കാൻ കഴിയും. ചില ആളുകൾ കോൾ ചെയ്ത് ഉടനെ പറയും, ഇപ്പം 30 പറഞ്ഞു, ഒരു 25-ന് നടക്കുമോ, 20-ന് നടക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഈ സ്ഥലം കാണാതെ എങ്ങനെയാണ് അത് ചോദിക്കുന്നത് എനിക്കറിയുന്നില്ല. കാരണം ഇനിയിപ്പോൾ 20-ന് 25-ന് നടക്കുമെന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർ ആ സ്ഥലം കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അത് അങ്ങനെ നടക്കണമെങ്കിൽ അവർക്ക് വന്നിട്ട് ഇഷ്ടപ്പെടാതായാലോ. അപ്പോൾ എല്ലാവരും എന്നോട് ഞാൻ പറയണത് വന്ന് സ്ഥലം കാണുക, ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നണമെങ്കിൽ വന്ന് സ്ഥലം കാണുക. എന്നിട്ട് നേരിട്ട് ഓണറായിട്ട് നമ്മുടെ മനസ്സിലുള്ള വിലയ്ക്ക് നമ്മൾ ചോദിക്കുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അതല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകാം. അല്ലാതെ ഇപ്പോൾ വന്ന ഉടനെ തന്നെ വാങ്ങിക്കണം നിർബന്ധിക്കാറേ ഇല്ല. വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, കാരണം ഒരു സ്ഥലമൊക്കെ വാങ്ങിക്കുമ്പോൾ നന്നായി നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പോൾ നിങ്ങളൊക്കെ അത് ആലോചിച്ച് നോക്കിയിട്ട് മേടിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ എത്രയ്ക്ക് നടക്കുമോ എന്ന് ചോദിച്ചിട്ട് അത് സ്ഥിരം കോള് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അന്ന് ഒരു 14 ലക്ഷം രൂപയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു, 1 ഏക്കർ 10 സെൻറ്റ്. അത് 10-ന് നടക്കുമോ 11-ന് നടക്കുമോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അത് കച്ചവടം അപ്പോൾ തന്നെ, അതായത് എടുക്കുന്ന ഒരാൾ വന്ന് കണ്ടു, ആൾ 13 സെൻറ്റ് 13,000 രൂപയായിട്ട് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ അവർ നേരിട്ട് തന്നെ സംസാരിച്ച് അവർ ഡീൽ ചെയ്തു. 14 നമ്മൾ പറഞ്ഞു, 13-ന് കച്ചവടവും ചെയ്തു. അപ്പോൾ അതെന്താണ് ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ പേര് കോൾ ചെയ്ത് അങ്ങനെ ചോദിച്ചായിരുന്നു കൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ വിശേഷം പറയാം. ഇതാകണ്ടല്ലോ, വലിയൊരു കുളമാണ്, നല്ല വെള്ളമുള്ള ഏരിയ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ശരിക്കും ഒരു വേനൽക്കാലമാണ്, മഴക്കാലമൊന്നുമല്ല. ഇപ്പോഴേ നല്ല വെള്ളമുള്ള ഏരിയ തന്നെ, കണ്ടില്ലേ, നിറയെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ജാതി, കവുങ്ങ്, ഇങ്ങനെയായിട്ടൊരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ഫാമൊക്കെ നടത്തണമെങ്കിൽ പുല്ലൊക്കെ വെക്കാനും പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഈ 2 ഏക്കർ 80 സെൻറ്റ് സ്ഥലമാണ്. നമ്മൾ നോക്കിയാൽ നല്ല കുഴപ്പമില്ല, നന്നായിട്ടുള്ള സ്ഥലം തന്നെയാണ്. കറണ്ട് സൗകര്യമുണ്ട്. പോസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ തന്നെ കറണ്ട് പോസ്റ്റ് പോകുന്നുണ്ട്. വലിയ ലൈനുള്ളതല്ല, സാധാ ലൈനുള്ള തന്നെയാണ്, ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കറണ്ടിന് സൗകര്യം, വെള്ള സൗകര്യമുണ്ട്, വഴി സൗകര്യമുണ്ട്. ഇനി പേപ്പറൊക്കെ പക്കയാണ്, പേപ്പറൊന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് നോക്കാം, നേരിട്ട് അവരോട് സംസാരിച്ച് നോക്കാം. നമ്മളെ അടുത്ത വീഡിയോ വരെ ബായ്.